ടാസ്കിൻ്റെ ഫൈറ്റ് എല്ലാം കഴിഞ്ഞു. എല്ലാവരും ആഹാരം കഴിക്കാനായിട്ട് പോയി. പവർ ടീം ഔട്ടായി. ഡെൻ ടീമാണ് ജയിച്ചത്, ജിൻഡോയുടെ ടീമാണ് ജയിച്ചത്. പവർ ടീം ഔട്ടാവുന്നു ആദ്യ റൗണ്ടിൽ തന്നെ. അങ്ങനെ എല്ലാവരും ആഹാരം കഴിക്കാനായിട്ട് പോകുന്നു. ആയുധങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. ഡെൻ ടീമിൻ്റെ കയ്യിൽ, ജിൻഡോയുടെ ടീമിൻ്റെ കയ്യിൽ ബോംബുകളൊന്നുമില്ല. പക്ഷെ അവർക്ക് പ്രതിരോധിക്കാനുള്ള ഷീൽഡ് മാത്രമേ ഉള്ളൂ. ജിൻഡോ എല്ലാവരും ആഹാരം കഴിക്കാൻ പോയപ്പോഴും അവിടെ പതുങ്ങി നിൽപ്പുണ്ട്. എല്ലാവരും പോയ കഴിഞ്ഞതിന് ശേഷം മറ്റു ടീമുകളുടെ ആയുധങ്ങളെല്ലാം പലയിടത്തായിട്ട് ഒളിപ്പിക്കുന്ന ജിൻഡോയെ നമുക്ക് കാണാൻ പറ്റും. കാരണം പലയിടത്തായിട്ടാണ് ഒളിപ്പിക്കുന്നത്. എനിക്കൊന്ന് ഷീൽഡും ബോംബും എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ബിഗ് ബോസിൻ്റെ ക്യാമറയ്ക്കകത്ത് അത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. ജിൻഡോ എന്ന് പറയുന്നത് ഗെയിമിൽ നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട്. ഗെയിമിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത്, അതിനുവേണ്ടി അങ്ങ് മരിച്ചു കളയുന്ന ഒരു പ്രകൃതമാണ്. തൻ്റെ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്യും. ആ ജിൻഡോയെ നമുക്കിവിടെ കാണാൻ പറ്റുന്നു. അവിടെ ഒന്നും ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരം. ഇനി അവരെല്ലാം തിരിച്ചു വന്നതിന് ശേഷം ഇതിനെപ്പറ്റി തിരക്കുകയും അതൊരു വമ്പൻ അടിയിലേക്ക് മാറുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും യുദ്ധത്തിൻ്റെ അന്തമല്ലേ ഇതൊക്കെ തന്നെ അല്ലേ? മറ്റുള്ളവരുടെ ആയുധങ്ങളൊക്കെ അടിച്ചു മാറ്റുക, ഒളിപ്പിച്ചു വെക്കുക, ഇതൊക്കെയായിരുന്നു യുദ്ധതന്ത്രങ്ങളല്ലേ? ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ഇത് മറ്റവർ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. ബിഗ് ബോസ് അതിനകത്തൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു കാണത്തില്ല. ഇങ്ങനെ ആയുധങ്ങൾ അടിച്ചു മാറ്റുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഗെയിമിൻ്റേതായ രീതിയിൽ ജയിക്കാൻ വേണ്ടി എന്ത് തന്ത്രവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് എവിടെ ചെന്ന് കലാശിക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അപ്പം എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ജിൻഡോ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതൊക്കെ മറ്റുള്ളവർക്ക് സംശയം ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അവരെല്ലാം ഇനിയും വന്നതിന് ശേഷം ഇനി അടുത്ത യുദ്ധമൊക്കെ ആരംഭിക്കുമ്പോൾ അവരുടെ ആയുധങ്ങളൊന്നും കാണാനില്ല. അത് എവിടെ ചെന്ന് നിൽക്കും? ജിൻഡോയായിട്ടൊരു അടിയിലേക്ക് കലാശിക്കുമോ, അതോ ജിൻഡോ തന്നെ എടുത്തതെന്ന് അവർ ഉറപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കേതായാലും അറിയാം. ഏതായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത് ജിൻഡോയോട് ചോദിക്കും എന്നുള്ള അത് ഉറപ്പാണ്. കാരണം ജിൻഡോ വേറെ എല്ലാവരും ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പം അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള ഗെയിം കാഴ്ചവെക്കുകയും ചെയ്യുന്നത് ജിൻഡോയാണ്. അത് നമുക്ക് എപ്പോഴും ബോറായിട്ട് തോന്നുന്ന ഒരു ലൈവ്. ഇത് വളരെ രസകരമായി ഇങ്ങനെ ജിൻഡോയുടെ ചില പൊടിക്കൈകളാണ് ഇത് കാണാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നതും ഇത് സന്തോഷകരമാക്കുന്നതൊക്കെ അല്ലേ? ഇത് രസകരമായ മുഹൂർത്തങ്ങളാണ് ജിൻഡോ കാഴ്ചവെക്കുന്നത്. നമുക്കേതായാലും ബാക്കിയുള്ളവർ കണ്ടുപിടിക്കുമോ, ജിൻഡോ വീണ്ടും പിടിക്കപ്പെടുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്നാലും ജിൻഡോ ആള് പുലിയാ മക്കളെ.